വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻ കറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ആ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിന് ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ,
ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യൽ ആണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻകടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. വസൈ ഗ്രാമത്തില് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, യോഗേഷ്. യോഗേഷിന്റെ വിവാഹം അവന്റെ ഗ്രാമത്തിലെ ഒരു കുട്ടി ശിവാന്തയുമായിട്ടായിരുന്നു. ശിവാന്ത ഒരു മുക്കുവൻ കുടുംബത്തിലെ ആയിരുന്നു. വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ശിവാന്ത യോഗേഷിന് എന്നും ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് യോഗേഷ് എന്നും അവന്റെ ഓഫീസിലേക്ക് പോകുമായിരുന്നു. ഇവരുടെ ജീവിതം നല്ല സമാധാനത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 വർഷത്തിനു ശേഷം ശിവാന്തയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. ഇവരുടെ സന്തോഷത്തിന് ഒരവസാനവും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം യോഗേഷ് ഒരു കത്തുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് അവന് ആ കത്തും പിടിച്ച് ഒരുപാട് കരയാൻ തുടങ്ങി. എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്റെ ജോലി. ജോലിക്ക് എന്ത് പറ്റി? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനി ഇപ്പൊ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സാരമില്ല, നിങ്ങൾ ഇങ്ങനെ കരയണ്ട. നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും ജോലി കിട്ടുമല്ലോ. ഇനി ഞാൻ എന്റെ കുടുംബം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോവുക? യോഗേഷ് കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ദിവസം മുഴുവനും പണിയെടുത്ത് ശിവാന്ത വീടിന്റെ ചെലവിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തായാലും നിങ്ങൾ വേറെ ഒരു ജോലി നോക്കുന്നില്ലേ? ഇത് മോശ സമയമാ, കുറച്ചു നാള് കഴിഞ്ഞ് മാറും. പിറ്റേ ദിവസം വെളുപ്പിന് ശിവാന്ത മീൻ മേടിക്കാൻ കടലിനക്കരെ എത്തി. അവള് മീൻകാരന്റെ അടുത്തുനിന്ന് മീന് മേടിച്ച് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് അവള് തിരിച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് വന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. ശിവാന്ത ഗ്രാമങ്ങളെല്ലാം കേറിയിറങ്ങി ആ മീന് വിൽക്കാൻ നോക്കി. ഈ മീനെല്ലാം വിറ്റ് അവള് നല്ല കാശ് ഉണ്ടാക്കുമായിരുന്നു. കിട്ടിയ പൈസയിൽ നിന്നും ശിവാന്ത വീട്ടിന് ചെലവിന് വേണ്ടി കാശ് മാറ്റി വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് പൈസ സൂക്ഷിച്ച് അവള് മാറ്റിവെക്കുമായിരുന്നു. യോഗേഷും എന്നും ഒരുങ്ങി ഒരു പുതിയ ജോലിക്ക് അന്വേഷിക്കാൻ പോകുമായിരുന്നു. പക്ഷെ എന്നും ഒരു ജോലി കിട്ടാതെ തിരിച്ചു വരുമായിരുന്നു. ഒരുപാട് മാസങ്ങള് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു.
ശിവാന്ത എന്നും മീൻ വിൽക്കുമായിരുന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. എന്നിട്ട് പിന്നെ വൈകുന്നേരം വിഷമിച്ചു വരുന്ന യോഗേഷിനെ അവള് എണ്ണ തേച്ച് തിരുമ്മി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ശിവന്ത കണ്ടു, അവള് മാറ്റിവെച്ചിരുന്ന പൈസ വളരെ അധികം ഉണ്ടായിരുന്നു. അവള് യോഗേഷിന്റെ അടുത്ത് ചെന്ന്, അല്ല, ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാ ജോലി നോക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്യോഗം ചെയ്യാവല്ലോ. കൃഷി ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? അതിനൊക്കെ ഞാൻ എവിടെ പോവും? ശിവന്ത മാറ്റിവെച്ചിരുന്ന കാശ് കൊണ്ടുവന്നു. ഇത് ഞാൻ മാറ്റിവെച്ചതാ. ഇതുകൊണ്ട് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാമല്ലോ. ശിവന്ത കൂട്ടിവെച്ചിരുന്ന കാശ് കണ്ട് യോഗേഷിന് കരച്ചില് വന്നു. എന്നിട്ട് പിന്നെ യോഗേഷ് ആ ഗ്രാമത്തില് ഒരു കട തുടങ്ങി. അതിനുശേഷം യോഗേഷിന്റെയും ശിവാന്തയുടെയും സാമ്പത്തിക സ്ഥിതി പതുക്കെ പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ശിവന്ത നാട് മുഴുവനും നടന്ന് മീൻ വിൽക്കുന്ന പരിപാടിയും നിർത്തി. ഈ കഥയില് നമ്മള് പഠിച്ചത് പരിശ്രമിക്കുന്ന ആൾക്കാര് ഒരിക്കലും തോക്കാറില്ല എന്ന്. മിതാലി, ഇത് നോക്കുമോളെ. പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം. മനസ്സിലായോ? എന്തിനാ അമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരിയമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. ഒരു വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല.
എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു. ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്. ഈ കഥ ആഴമുള്ള സമുദ്രത്തെക്കുറിച്ചുള്ളതാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 2 കോളനികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡോൾഫിന്റെ കോളനിയും രണ്ടാമത്തേത് സ്വാഡ് ഫിഷിന്റെ കോളനിയും. ഈ 2 കോളനികളിലും എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നടന്നത് ഇതാണ്. ഒരു ചെറിയ സ്വാഡ് ഫിഷ് കളിച്ച് ഡോൾഫിൻസിന്റെ കോളനിയിൽ എത്തി. അപ്പോൾ പെട്ടെന്ന് അതിനെ കുറെ ഡോൾഫിൻസ് ചുറ്റി വളഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വരാൻ മാത്രമുള്ള ധൈര്യം നിനക്കായോ? നിനക്കിതറിയില്ലേ ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണെന്ന്? എന്താ മിണ്ടാത്തെ? നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് വരവേൽക്കുമെന്നോ? നീ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വരാൻ പാടില്ലായിരുന്നോ? ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണ്. അത് നിനക്ക് അറിയില്ലേ? ഡോൾഫിൻസ് എല്ലാ മീനുകളെക്കാളും ഉയർന്ന നിലയിലുള്ളവരാണ്. അതെ അതെ, ഞങ്ങൾ മഹാന്മാർ തന്നെയാ. ഞങ്ങൾ ചെയ്യുന്ന വിധികളൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവിടെ എത്തി. ഏറ്റവും വലിയ ഡോൾഫിനെ കണ്ടപ്പോൾ സ്വാഡ് ഫിഷ് കുഞ്ഞ് പേടിച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ഇവിടെ വന്നത്. ദയവായി എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ശരി,
ഇനി നീ ഈ കോളനിയിൽ ഒരിക്കലും വരാൻ പാടില്ല. ആഹാ, ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. രാജാവിന്റെ ആജ്ഞപ്രകാരം എല്ലാ ഡോൾഫിൻസും മൗനം പാലിച്ചു. ആ സ്വോർഡ് ഫിഷ് കുഞ്ഞ് തന്റെ കോളനിയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ആ കുഞ്ഞ് ഒരിക്കലും ഡോൾഫിൻസിന്റെ കോളനിയിലേക്ക് പോയില്ല. ഈ സംഭവം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡോൾഫിൻ കുഞ്ഞ് സ്വോർഡ് ഫിഷിന്റെ കോളനിയിലേക്ക് ചെന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അതിനു ചുറ്റും സ്വോർഡ് ഫിഷിന്റെ ഒരു കൂട്ടം വളഞ്ഞു. ദേ നോക്ക്, നീ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഏയ് നിൽക്ക് നിൽക്ക്, നിങ്ങൾ അവനെ എന്തിനാ പേടിപ്പിക്കുന്നത്? പാവം കുഞ്ഞ് പേടിച്ചു പോകും. പോകൂ 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 മോളെ, നീ നിന്റെ കോളനിയിലാണ് ഇരിക്കേണ്ടത്. ഈ സ്ഥലം നിനക്ക് സുരക്ഷിതമല്ല. എല്ലാ സ്വോർഡ് ഫിഷും ചേർന്ന് ഡോൾഫിൻ കുഞ്ഞിനെ അവരുടെ കോളനിയിലേക്ക് എത്തിച്ചു. അവിടെ ഡോൾഫിൻസിന്റെ രാജാവ് ഒരു ചെറിയ ഡോൾഫിന് സ്വോർഡ് ഫിഷ് കൂട്ടത്തിലുള്ളവർ വളഞ്ഞിരിക്കുന്നത് കണ്ട് അമ്പരന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാമോ? നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവളെ ഇവിടെ വിടാനായിട്ട് വന്നതാണ്. ഈ പാവം വഴി തെറ്റി ഞങ്ങളുടെ കോളനിയിൽ വന്നുപോയി. അതുകൊണ്ടെന്താ? ഇവൻ ഒരു ഡോൾഫിൻ അല്ലേ? ഇവന് കടലിൽ എവിടെ വേണമെങ്കിലും പോകാം. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെല്ലാം ചെറു മത്സ്യങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവന് വഴി പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. ഇത് വളരെ തെറ്റാണ്. അപ്പോൾ പരിതസ്ഥിതിയെ ശാന്തമാക്കാൻ സ്വോർഡ് ഫിഷിന്റെ രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ ഡോൾഫിൻ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വരൂ, നമുക്ക് തിരിച്ചു പോകാം. സ്വോർഡ് ഫിഷുകളെല്ലാം അവരുടെ കോളനിയിലേക്ക് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സമുദ്രത്തിൽ കുറച്ച് തിമിംഗലങ്ങൾ വസിക്കാനായി വന്നു. ഡോൾഫിൻസിന്റെ രാജാവ് അയാളെ കാണാൻ ചെന്നു. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരാണ്. നിങ്ങൾക്കത് നല്ലപോലെ അറിയാം. ഈ കടലിന്മേൽ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിരുന്നുകാരായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. തിമിംഗലങ്ങളുടെ രാജാവ് ആലോചനയിൽ മുഴുകി. ഈ ഡോൾഫിനുകളെല്ലാം ഇവന്മാരാണ് വലുതെന്ന് ധരിച്ചിരിക്കുകയാണ്. നമ്മളെക്കാളും വലിയ ആൾക്കാരാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണിത്. നാളെ ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും വരും. അടുത്ത ദിവസം ഡോൾഫിൻസ് തിമിംഗലങ്ങൾ വരാനായി കാത്തിരുന്നു. തിമിംഗലങ്ങൾ അവിടെ വന്നപ്പോൾ സ്വോർഡ് ഫിഷുകൾ വളരെയധികം ഭയപ്പെട്ടു. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഉറപ്പായിട്ടും ആ ആപത്ത് ക്ഷണിച്ചു വരുത്തിയത് ഡോൾഫിനുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ അടുത്ത കോളനിയിലുള്ള ആൾക്കാരല്ലേ. വേണ്ട, അഹങ്കാരം പിടിച്ച ഡോൾഫിനുകൾക്ക് സഹായം ചെയ്യണ്ട. അല്ല, നീ പറയുന്നത് ശരിയല്ല. അവർ അഹങ്കാരികളാണെങ്കിൽ നമുക്കെന്താ? അവർ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ്. അവർക്ക് ആപത്തുണ്ടാവുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരിയല്ല. തിമിംഗലങ്ങളുടെ സംഘം ഡോൾഫിൻസിന്റെ കോളനിയിലെത്തി. വന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കോളനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അതുമാത്രമല്ലാതെ ഈ വർഷം ഈ കടല് ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോ ഈ കടലിലെ രാജാവ് നീയാണെന്നങ്ങ് വിചാരിച്ചിരിക്കുകയാണോ? നീ ഞങ്ങളുടെ മുന്നിൽ വെറും കൊച്ചു കുട്ടിയാ. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ കടല് നിന്റെ രാജ്യമാണെന്നോ? വേണമെങ്കിൽ നിനക്ക് ഈ കോളനിയിലെ രാജാവായിക്കോ. തിമിംഗലങ്ങളുടെ രാജാവിന്റെ ആജ്ഞപ്രകാരം തിമിംഗലങ്ങളെല്ലാം ഡോൾഫിൻസിനെ ആക്രമിച്ചു. തിമിംഗലങ്ങൾ രൂപം കൊണ്ടും ശക്തി കൊണ്ടും വലുതായിരുന്നു. അതിനാൽ ധാരാളം ഡോൾഫിൻസിന് മുറിവ് പറ്റി. സഹായിക്കണേ, സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഡോൾഫിൻസിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സ്വോർഡ് ഫിഷുകൾ കൂട്ടത്തോടെ അവിടെ എത്തി. അവർ തിമിംഗലങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവരെ വിലക്കി. വേണ്ട, ഈ വഴക്ക് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഈ വഴക്ക് ഞങ്ങൾക്കും തിമിംഗലങ്ങൾക്കും തമ്മിലുള്ളതാണ്. ഞങ്ങൾ വലിയ മീനുകളും ഉന്നതരുമാണ്. നിങ്ങളെപ്പോലുള്ള ചെറിയ മീനുകൾ ഈ വഴക്കിൽ പങ്കെടുക്കണമെന്ന യാതൊരു ആവശ്യവുമില്ല. പക്ഷെ രാജാവേ, ഈ തിമിംഗലങ്ങൾ നമ്മെ കൊല്ലും. എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ യുദ്ധം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ഈ ചെറിയ മീനുകളുടെ സഹായം തേടിയാൽ പിന്നെ ഈ കടല് നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. അതായത് ഡോൾഫിനുകൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ആലോചിക്കൂ. ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നത്, അല്ലാതെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞത് എന്റെ അവസാന തീരുമാനമാണ്. ഞങ്ങൾക്ക് ചെറിയ മീനുകളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. സ്വോർഡ് ഫിഷിന്റെ നേതാവ് കൂടെയുള്ളവർക്ക് ആജ്ഞ നൽകി. ഉടനെ അവരെല്ലാവരും തങ്ങളുടെ കോളനിയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ വലിയ തിമിംഗലങ്ങൾ ഡോൾഫിൻസിനെ ആക്രമിച്ചു. ഓരോരുത്തരായി എല്ലാ ഡോൾഫിൻസിനും മുറിവ് പറ്റി.
ചില ഡോൾഫിൻസ് മരിച്ചുപോയി. ഇപ്പോ ഞാനാണ് ഈ കടലിന്റെ രാജാവ്. തിമിംഗലങ്ങൾ ഡോൾഫിൻസിന്റെ കോളനി മുഴുവനും പിടിച്ചടക്കി. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി. ഡോൾഫിൻസിന്റെ രാജാവ് മരിച്ചു. പല ഡോൾഫിൻസിനും മുറിവ് പറ്റി. ഡോൾഫിൻസിന് അവരുടെ അഹങ്കാരം വിനയായി മാറി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അഹങ്കാരമാർക്കും ഭൂഷണമല്ല. അത് അഹങ്കാരികളായ ഡോൾഫിൻസിനായാലും അഹങ്കാരിയായ രാവണനായാലും. ഈ കഥ ആഴമുള്ള സമുദ്രത്തെക്കുറിച്ചുള്ളതാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 2 കോളനികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡോൾഫിന്റെ കോളനിയും രണ്ടാമത്തേത് സ്വാഡ് ഫിഷിന്റെ കോളനിയും. ഈ 2 കോളനികളിലും എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നടന്നത് ഇതാണ്: ഒരു ചെറിയ സ്വാഡ് ഫിഷ് കളിച്ച് ഡോൾഫിൻസിന്റെ കോളനിയിൽ എത്തി. അപ്പോൾ പെട്ടെന്ന് അതിനെ കുറെ ഡോൾഫിൻസ് ചുറ്റി വളഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വരാൻ മാത്രമുള്ള ധൈര്യം നിനക്കായോ? നിനക്കിതറിയില്ലേ ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണെന്ന്? എന്താ മിണ്ടാത്തെ? നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് വരവേൽക്കുമെന്നോ? നീ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വരാൻ പാടില്ലായിരുന്നോ? ഇത് ഡോൾഫിൻസിന്റെ കോളനിയാണ്. അത് നിനക്ക് അറിയില്ലേ? ഡോൾഫിൻസ് എല്ലാ മീനുകളെക്കാളും ഉയർന്ന നിലയിലുള്ളവരാണ്. അതെ അതെ, ഞങ്ങൾ മഹാന്മാർ തന്നെയാ. ഞങ്ങൾ ചെയ്യുന്ന വിധികളൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവിടെ എത്തി. ഏറ്റവും വലിയ ഡോൾഫിനെ കണ്ടപ്പോൾ സ്വാഡ് ഫിഷ് കുഞ്ഞ് പേടിച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ഇവിടെ വന്നത്. ദയവായി എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂ, പ്ലീസ്. ശരി, ഇനി നീ ഈ കോളനിയിൽ ഒരിക്കലും വരാൻ പാടില്ല. ആഹാ, ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല. രാജാവിന്റെ ആജ്ഞപ്രകാരം എല്ലാ ഡോൾഫിൻസും മൗനം പാലിച്ചു. ആ സ്വാഡ് ഫിഷ് കുഞ്ഞ് തന്റെ കോളനിയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ആ കുഞ്ഞ് ഒരിക്കലും ഡോൾഫിൻസിന്റെ കോളനിയിലേക്ക് പോയില്ല. ഈ സംഭവം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡോൾഫിൻ കുഞ്ഞ് സ്വാഡ് ഫിഷിന്റെ കോളനിയിലേക്ക് ചെന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അതിനു ചുറ്റും സ്വാഡ് ഫിഷിന്റെ ഒരു കൂട്ടം വളഞ്ഞു. ദേ നോക്ക്, നീ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നിൽക്ക്. നിങ്ങൾ അവനെ എന്തിനാ പേടിപ്പിക്കുന്നത്? പാവം കുഞ്ഞ് പേടിച്ചു പോകും. പോകൂ മോളെ, നീ നിന്റെ കോളനിയിലാണ് ഇരിക്കേണ്ടത്. ഈ സ്ഥലം നിനക്ക് സുരക്ഷിതമല്ല. എല്ലാ സ്വാഡ് ഫിഷും ചേർന്ന് ഡോൾഫിൻ കുഞ്ഞിനെ അവരുടെ കോളനിയിലേക്ക് എത്തിച്ചു. അവിടെ ഡോൾഫിൻസിന്റെ രാജാവ് ഒരു ചെറിയ ഡോൾഫിന് സ്വാഡ് ഫിഷ് കൂട്ടത്തിലുള്ളവർ വളഞ്ഞിരിക്കുന്നത് കണ്ട് അമ്പരന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാമോ? നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വിടാനായിട്ട് വന്നതാണ്. ഈ പാവം വഴി തെറ്റി ഞങ്ങളുടെ കോളനിയിൽ വന്നുപോയി. അതുകൊണ്ടെന്താ? ഇവൻ ഒരു ഡോൾഫിൻ അല്ലേ? ഇവന് കടലിൽ എവിടെ വേണമെങ്കിലും പോകാം. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെല്ലാം ചെറു മത്സ്യങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവന് വഴി പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. ഇത് വളരെ തെറ്റാണ്. അപ്പോൾ പരിതസ്ഥിതിയെ ശാന്തമാക്കാൻ സ്വാഡ് ഫിഷിന്റെ രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ ഡോൾഫിൻ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വരൂ, നമുക്ക് തിരിച്ചു പോകാം. സ്വാഡ് ഫിഷുകളെല്ലാം അവരുടെ കോളനിയിലേക്ക് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സമുദ്രത്തിൽ കുറച്ച് തിമിംഗലങ്ങൾ വസിക്കാനായി വന്നു. ഡോൾഫിൻസിന്റെ രാജാവ് അയാളെ കാണാൻ ചെന്നു. നിങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരാണ്. നിങ്ങൾക്കത് നല്ലപോലെ അറിയാം. ഈ കടലിന്മേൽ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിരുന്നുകാരായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. തിമിംഗലങ്ങളുടെ രാജാവ് ആലോചനയിൽ മുഴുകി. ഈ ഡോൾഫിനുകളെല്ലാം ഇവന്മാരാണ് വലുതെന്ന് ധരിച്ചിരിക്കുകയാണ്. നമ്മളെക്കാളും വലിയ ആൾക്കാരാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണിത്. നാളെ ഞങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും വരും. അടുത്ത ദിവസം ഡോൾഫിൻസ് തിമിംഗലങ്ങൾ വരാനായി കാത്തിരുന്നു. തിമിംഗലങ്ങൾ അവിടെ വന്നപ്പോൾ സ്വാഡ് ഫിഷുകൾ വളരെയധികം ഭയപ്പെട്ടു. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഉറപ്പായിട്ടും ആ ആപത്ത് ക്ഷണിച്ചു വരുത്തിയത് ഡോൾഫിനുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവർക്ക് സഹായം ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത കോളനിയിലുള്ള ആൾക്കാരല്ലേ? വേണ്ട, അഹങ്കാരം പിടിച്ച ഡോൾഫിനുകൾക്ക് സഹായം ചെയ്യണ്ട. അല്ല, നീ പറയുന്നത് ശരിയല്ല. അവർ അഹങ്കാരികളാണെങ്കിൽ നമുക്കെന്താ? അവർ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ്. അവർക്ക് ആപത്തുണ്ടാവുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരിയല്ല. തിമിംഗലങ്ങളുടെ സംഘം ഡോൾഫിൻസിന്റെ കോളനിയിലെത്തി. വന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കോളനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അതുമാത്രമല്ലാതെ ഈ വർഷം
ഈ കടല് ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കടലിലെ രാജാവ് നീയാണെന്നങ്ങ് വിചാരിച്ചിരിക്കുകയാണോ? നീ ഞങ്ങളുടെ മുന്നിൽ വെറും കൊച്ചു കുട്ടിയാ. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഈ കടല് നിന്റെ രാജ്യമാണെന്നോ? വേണമെങ്കിൽ നിനക്ക് ഈ കോളനിയിലെ രാജാവായിക്കോ. തിമിംഗലങ്ങളുടെ രാജാവിന്റെ ആജ്ഞപ്രകാരം തിമിംഗലങ്ങളെല്ലാം ഡോൾഫിൻസിനെ ആക്രമിച്ചു. തിമിംഗലങ്ങൾ രൂപം കൊണ്ടും ശക്തി കൊണ്ടും വലുതായിരുന്നു. അതിനാൽ ധാരാളം ഡോൾഫിൻസിന് മുറിവ് പറ്റി. സഹായിക്കണേ, സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഡോൾഫിൻസിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സ്വോർഡ് ഫിഷുകൾ കൂട്ടത്തോടെ അവിടെ എത്തി. അവർ തിമിംഗലങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോൾഫിൻസിന്റെ രാജാവ് അവരെ വിലക്കി. വേണ്ട, ഈ വഴക്ക് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഈ വഴക്ക് ഞങ്ങൾക്കും തിമിംഗലങ്ങൾക്കും തമ്മിലുള്ളതാണ്. ഞങ്ങൾ വലിയ മീനുകളും ഉന്നതരുമാണ്. നിങ്ങളെപ്പോലുള്ള ചെറിയ മീനുകൾ ഈ വഴക്കിൽ പങ്കെടുക്കണമെന്ന യാതൊരു ആവശ്യവുമില്ല. പക്ഷെ രാജാവേ, ഈ തിമിംഗലങ്ങൾ നമ്മെ കൊല്ലും. എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ യുദ്ധം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ഈ ചെറിയ മീനുകളുടെ സഹായം തേടിയാൽ പിന്നെ ഈ കടല് നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും. അതായത് ഡോൾഫിനുകൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ആലോചിക്കൂ. ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നത്, അല്ലാതെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ അവസാന തീരുമാനമാണ്. ഞങ്ങൾക്ക് ചെറിയ മീനുകളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. സ്വോർഡ് ഫിഷിന്റെ നേതാവ് കൂടെയുള്ളവർക്ക് ആജ്ഞ നൽകി. ഉടനെ അവരെല്ലാവരും തങ്ങളുടെ കോളനിയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ വലിയ തിമിംഗലങ്ങൾ ഡോൾഫിൻസിനെ ആക്രമിച്ചു. ഓരോരുത്തരായി എല്ലാ ഡോൾഫിൻസിനും മുറിവ് പറ്റി. ചില ഡോൾഫിൻസ് മരിച്ചുപോയി. ഇപ്പോ ഞാനാണ് ഈ കടലിന്റെ രാജാവ്. തിമിംഗലങ്ങൾ ഡോൾഫിൻസിന്റെ കോളനി മുഴുവനും പിടിച്ചടക്കി. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി. ഡോൾഫിൻസിന്റെ രാജാവ് മരിച്ചു. പല ഡോൾഫിൻസിനും മുറിവ് പറ്റി. ഡോൾഫിൻസിന് അവരുടെ അഹങ്കാരം വിനയായി മാറി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അഹങ്കാരമാർക്കും ഭൂഷണമല്ല. അത് അഹങ്കാരികളായ ഡോൾഫിൻസിനായാലും അഹങ്കാരിയായ രാവണനായാലും.